കർക്കിടകവാവിൽ പിതൃമോക്ഷം തേടി ആയിരങ്ങൾ ബലിതർപ്പണം നടത്തുകയാണ്. തിരുനാവായയിൽ നിന്ന് വിപിൻ സി വിജയനാണ് ചേരുന്നത്. വിപിൻ, ഗുഡ് മോർണിംഗ്. തിരുനാവായ നിരവധി പേരെത്തിച്ചേരുന്ന സ്ഥലമാണ്. പുലർച്ചെ മുതൽ ചടങ്ങുകൾ ആരംഭിച്ചുവെന്ന് അറിയുന്നു. വിവരങ്ങൾ. ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന. റീജിത്ത്, തിരുനാവായ നവാമുകുന്ദ ക്ഷേത്രത്തിലും വലിയ ഭക്തജന തിരക്ക് തന്നെയാണ് അനുഭവപ്പെടുന്നത്. പിതൃമോക്ഷം തേടി നിരവധി പേരാണ് ബലിതർപ്പണത്തിനായി എത്തിയിരിക്കുന്നത്. പുലർച്ചെ 2:30 തന്നെ ചടങ്ങുകൾ ക്ഷേത്രത്തിൽ ആരംഭിച്ചു. നമുക്കറിയുന്നത് പോലെ തന്നെ നിള തീരത്തുള്ള ഈ ക്ഷേത്രത്തിൽ ഈ ക്ഷേത്രത്തിനോടനുബന്ധിച്ചിട്ടുള്ള ഈ പടവുകളിൽ ഇരുന്നാണ് ആളുകൾ ഈ ബലിതർപ്പണങ്ങൾ ചെയ്യുക. അതിന് കാർമ്മികത്വം വഹിക്കാൻ 16 കർമ്മികളുടെ നേതൃത്വത്തിലാണ് ഈ ചടങ്ങുകൾ നടത്തുന്നത്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നതൊക്കെ പോലെ തന്നെ കർമ്മികൾ അത് പറഞ്ഞു കൊടുക്കുന്നു. ഒപ്പം തന്നെ ആളുകൾ അതിനനുസരിച്ച്, വിശ്വാസികൾ അതിനനുസരിച്ച് കർമ്മം ചെയ്യുന്നു. ഇങ്ങനെയാണ് 2:30 ആരംഭിച്ച ചടങ്ങിൽ ഇതിനോടകം തന്നെ നിരവധി ആളുകൾ, 10,000-കണക്കിന് ആളുകൾ ഇതിനോടകം തന്നെ ബലിതർപ്പണം നടത്തി കഴിഞ്ഞിരിക്കുകയാണ്. നീണ്ട ഒരു ക്യൂ ഇപ്പോഴും കാണാൻ സാധിക്കുന്നുണ്ട്. ഇതൊരു ത്രിമൂർത്തി സംഗമ സ്ഥാനം എന്നറിയപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊന്നാണ് നവാമുകുന്ദ ക്ഷേത്രം. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഏകദേശം ഒരു എറണാകുളത്തിനപ്പുറത്ത് നിന്നൊക്കെ ഇഷ്ടം പോലെ ആളുകളാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. ഒപ്പം തന്നെ കേരളത്തിന് മാത്രമല്ല പുറത്തു നിന്നുള്ള ആളുകളും ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമൊക്കെ വലിയ തോതിൽ മഴയുള്ളത് കൊണ്ട് തന്നെ ഈ പടവുകളിലേക്കൊക്കെ തന്നെ നിള നദി കയറി വരികയും അതുകൊണ്ട് എത്രത്തോളം ആളുകൾക്ക് ഇരുന്ന് ഒരേ സമയം തന്നെ ബലിതർപ്പണം നടത്താൻ കഴിയും എന്നുള്ള ഒരു സംശയമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നലത്തോടു കൂടി വെള്ളം കുറച്ച് ഇറങ്ങിയതുകൊണ്ട് തന്നെ കൂടുതൽ പടവുകളിലിരുന്ന ആളുകൾക്ക് ഈ കർമ്മം ചെയ്യാനുള്ള ഒരു സൗകര്യമുണ്ട്. പക്ഷേ ഇപ്പോഴും കനത്ത മഴ പെയ്ത് തുടങ്ങിയിരിക്കുന്നു. രാവിലെയൊക്കെ മഴയൊക്കെ ഒന്ന് വിട്ടു നിൽക്കുന്ന ഒരു കാലാവസ്ഥയായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിനൊരു മാറ്റം വന്നിരിക്കുകയാണ്. ഒരു വിശ്വാസികൾക്കൊക്കെ സുരക്ഷ ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സന്നദ്ധ പ്രവർത്തകരുണ്ട്, പോലീസ്, ഒപ്പം തന്നെ ഫയർഫോഴ്സ്, അതിൻ്റെയൊക്കെ യൂണിറ്റുകൾ ഒരുക്കിയിട്ടുണ്ട്. കൂടുതൽ നദിയിലേക്ക് ഇറങ്ങാതിരിക്കാൻ പതിവ് പോലെ തന്നെ ഒരു ഗ്രില്ലിട്ട് ഇവിടെ നിർത്തിയിരിക്കുകയാണ്. അതിനപ്പുറത്തേക്ക് ആളുകൾക്ക് പോയി അത് മുങ്ങിക്കുളിക്കാനുള്ളൊരു സൗകര്യം ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ആണ് ഈ കർമ്മങ്ങൾ ചെയ്യേണ്ടത്. അങ്ങനെ എല്ലാ പ്രവർത്തനത്തിലുള്ള ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. നിരവധി പേർ ഇപ്പോഴും ക്യൂവിൽ തുടരുന്നു എന്നുള്ളതാണ് തിരുനാവായിൽ നിന്നുള്ള കാഴ്ച. ക്രിസ്റ്റീന. വിപിൻ സി വിജയനാണ് തിരുനാവായയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. റിനു ശ്രീധർ കൂടി ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. റിനു, തിരുവനന്തപുരത്ത് നിന്നുള്ള വിവരങ്ങൾ എങ്ങനെയൊക്കെയാണ്? തിരുവല്ലത്ത് നിന്ന് റിനു ശ്രീധർ കൂടി ചേരുകയാണ്. റിനു, തിരുവല്ലത്ത് ഏത് തരത്തിലുള്ള ക്രമീകരണങ്ങളാണ് സജ്ജീകരിച്ചിരിക്കുന്നത്? വിവരങ്ങൾ. കൃഷ്ണ, ഞാനുള്ളത് ബലിതർപ്പണത്തിന് വേണ്ടി എല്ലാ കൊല്ലവും ആയിരങ്ങൾ എത്തുന്ന പരശുരാമ ക്ഷേത്രത്തിലാണ്. തിരുവല്ലത്താണ് ഈ ക്ഷേത്രം. തിരുവനന്തപുരത്ത് പ്രധാനമായും പിതൃതർപ്പണത്തിന് വേണ്ടി ശംഖുമുഖം, അതുപോലെ തന്നെ വർക്കല പാപനാശം, അതുപോലെ ഈ പരശുരാമ ക്ഷേത്രം, ഈ 3 ഇടങ്ങളിലാണ് സാധാരണഗതിയിൽ വലിയ രീതിയിൽ ആളുകൾ എത്തുന്നത് ബലിതർപ്പണത്തിന് വേണ്ടി. ഇതിൽ ശംഖുമുഖത്ത് ഇത്തവണ ഈ തിരമാലകളുടെയൊക്കെ തന്നെ ഭീഷണിയുള്ളതുകൊണ്ട്, കടലേറ്റത്തിൻ്റെ ഭീഷണി ഉള്ളതുകൊണ്ട് ഇത്തരത്തിൽ പിതൃതർപ്പണത്തിന് വേണ്ടി അല്ലെങ്കിൽ ബലിതർപ്പണത്തിന് വേണ്ടി ചടങ്ങുകളില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. വർക്കല പാവനാശത്ത് വലിയ തിരക്ക്. രാത്രി 12 മണിക്ക് ശേഷം ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചു എന്നുള്ളതാണ്. ഈ തിരുവനന്തപുരത്ത് ഈ 2 ഇടങ്ങളിലാണ് ഇപ്പോൾ പ്രധാനമായും. മറ്റ് ചെറിയ ക്ഷേത്രങ്ങളിലും കടവുകളിലും ഒക്കെ തന്നെ പിതൃതർപ്പണം നടക്കുന്നുണ്ട് എന്നുള്ളതും ഏറെ പറയേണ്ടതാണ്. മറ്റൊന്ന്, ഏറ്റവും പ്രധാനം, വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഇതിനുവേണ്ടി ഒരുക്കിയിട്ടുള്ളത്. ഈ പരശുരാമ ക്ഷേത്രത്തിൽ ഇപ്പോൾ തന്നെ ഒരേ സമയം 3500-ലധികം പേർക്ക് ഒരുമിച്ചിരുന്ന് ബലിതർപ്പണ ചടങ്ങുകൾ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യമാണ് ഒരുക്കിയിട്ടുള്ളത്. ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ഈ ക്ഷേത്രം. കഴിഞ്ഞ ദിവസം മന്ത്രി വി ശിവൻകുട്ടിയും ജില്ലാ കളക്ടറും അതുപോലെ തന്നെ മേയർ അടക്കം ഇവിടെ എത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു. രാവിലെ എത്തി ടോക്കൺ എടുത്ത് ക്യൂവായി നിന്നാണ് ഇവിടെ ബലിതർപ്പണ ചടങ്ങുകൾക്ക് വേണ്ടി എത്തേണ്ടത്. 9 കൗണ്ടറുകളാണ്, അല്ലെങ്കിൽ 9 ഇടങ്ങളാണ് ഇതിനുവേണ്ടി സജ്ജീകരിച്ചിരിക്കുന്നത്. ബലിതർപ്പണത്തിന് വേണ്ടി 3500-ലധികം പോലീസുകാരെ തിരുവനന്തപുരം ജില്ലയിൽ മാത്രം ആയിരങ്ങൾ പിതൃതർപ്പണ ചടങ്ങുകൾ നടത്തുകയാണ്. സംസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ, സ്നാനഘട്ടങ്ങളിലൊക്കെ, ആലുവയിലും അതുപോലെ വർക്കല പാപനാശത്തും തിരുനെല്ലിയിലുമൊക്കെ വലിയ രീതിയിലുള്ള തിരക്ക് അനുഭവപ്പെടുന്നു.